ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ രണ്ട് ഓറഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. സംഭവം വേറൊന്നല്ല, നമുക്ക് നൈറ്റിലും ഡേയിലും ഇടാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ഡേ ക്രീമും ഒരു നൈറ്റ് ക്രീമുമാണ് ഞാൻ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അല്ലാതെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്കൊരു റിസൾട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതി തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് എളുപ്പവുമാണല്ലോ മിക്സിയുടെ ജാറൊന്നും എടുത്ത് അങ്ങനെ പണിയേണ്ട. മിക്സിയിലൊക്കെ നമുക്ക് എരിവുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് കുറച്ചും കൂടെ സേഫ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു നൈറ്റ് ക്രീമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബോളിൽ നമ്മൾ അലോവേര ജെല്ല് ഇടാട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിറയെ ഒരു അലോവേര ജെല്ലുണ്ട്. അപ്പോൾ അലോവേര ജെല്ല് എടുക്കുവാണെങ്കിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ അലോവേര ജെല്ല് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി അതിലേക്ക് ഇടുവാണ് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണേ, അല്ലാണ്ട് പുറത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാം കൊണ്ടും റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓറഞ്ച്. വൈറ്റമിൻ സികളാലും വൈറ്റമിൻ B6 എല്ലാതും, പിന്നെ പൊട്ടാസ്യം എല്ലാനും റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്നത്. അത് തിന്നുന്നതും നമ്മുടെ ഫേസിൽ പറ്റുന്നതും എല്ലാനും നമുക്ക് വളരെയധികം യൂസ് ചെയ്യും കേട്ടോ. ഫേസിനൊക്കെ നല്ലോണം ഗ്ലോ കിട്ടും ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഫേസിൽ പരറ്റുവാണെങ്കിൽ. അതിനുശേഷം ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒരു റോസ് വാട്ടർ നമ്മൾ ഇടാം. അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്ന് വൈറ്റനിങ് ചെയ്യുന്നതിനും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അലോവേര ജെല്ലായാലും റോസ് വാട്ടർ ആയാലും നമ്മുടെ ഫേസിന് നല്ലോണം ഉപകാരമുള്ള സംഭവങ്ങളാണ്. എന്നിട്ട് ശേഷം നമ്മൾക്ക് ഒരു അരിപ്പ് എടുത്തിട്ട് അരിക്കാട്ടോ. ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു വെള്ളത്തുണി ഉപയോഗിച്ചിട്ട്, നല്ല വൃത്തിയുള്ള വെള്ളത്തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പോരൂട്ടോ. എൻ്റെ കയ്യിൽ വെള്ളത്തുണികൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പ് യൂസ് ചെയ്തത്. പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ അതേസമയം ഒരു ക്ലോത്ത് ആയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും കുറച്ചുള്ളെങ്കിലും നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ മാത്രം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ആൽമണ്ട് ഓയിലൊക്കെ നമ്മുടെ ഫേസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ബദാം വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലൊന്നിട്ട് കാണിക്കാം. നല്ലോണം നമുക്ക് ഗ്ലോ കിട്ടും. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഓറഞ്ച് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ ഓറഞ്ച് ഇല്ലാത്തവരെ വീടുകൾ ഉണ്ടാവില്ല, ചുരുക്കമായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ഒരു ഓറഞ്ച് എടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ആഴ്ചത്തേക്ക് പോകേണ്ട, മാക്സിമം 2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഇതൊരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. രാത്രി നമുക്ക് നല്ലോണം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് ഇത് ഫേസ് കഴുകിയതിന് ശേഷം ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം 10 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒട്ടൽ ഫീൽ ചെയ്യും. നമ്മൾ സാധാരണ കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്ന ക്രീം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എന്തോന്ന് കഴുകി കളഞ്ഞേക്കണം. ഒരു 10 മിനിറ്റ് നമ്മുടെ ഫേസിലിട്ടതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിലിട്ടിട്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു നൈറ്റ് ക്രീം നന്നായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും എൻ്റെ കവിള് എന്തോരം ഗ്ലോ ചെയ്യുന്നുണ്ടെന്ന്. ഇടുമ്പോൾ തന്നെ എത്രത്തോളം ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫേസ് റെജുവിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് കേട്ടോ ഈ ഒരു സംഭവം. അധികം പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പണിയുണ്ടെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ദേ കണ്ടില്ലേ, എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ലോണം ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. അത് സാരമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയിട്ടല്ലല്ലോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. ഉണക്കിയിട്ട് ചെയ്യുമ്പോഴും ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ശരിക്കും നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണതേ കണ്ടില്ല. എന്നിട്ട് ഒരു വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് തുടക്കുന്നുണ്ട്. നമ്മൾ മുഖമൊന്നും പോയി കഴുകേണ്ട ആവശ്യമില്ല. ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മളിതൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ കണ്ടില്ല, എൻ്റെ ഫേസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്ലോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അത് നെക്സ്റ്റ് സംഭവം വന്നിട്ട് നമ്മുടെ ഒരു ഡേ ക്രീമാണ്. അപ്പോൾ ഇതും നമ്മുടെ ഓറഞ്ചിന്റെ തൊലി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇത്തിരി റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാൻ ആദ്യം തന്നെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ നോക്കി. ഇത് കുറച്ച് കഷ്ടപ്പാടായത് കാരണം, അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്ലോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും അരിപ്പയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് വീണ്ടും ഈ ഒരു സംഭവം കിട്ടി. അപ്പോൾ ദേ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഒരൊറ്റ ഓറഞ്ചിൻ്റെ തൊലിയിൽ ഇത്രയും നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് യോഗട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടത്തൈര് എടുക്കാം. പക്ഷേ യോഗട്ടാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫേസിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. ഇത്തിരി എക്സ്പെൻസ് കൂടുതലാണെങ്കിലും നമ്മുടെ ഫേസിന് നല്ല അധികം യൂസ്ഫുള്ളാണ് ഈ സംഭവം. അപ്പം അതുകൊണ്ട് യോഗട്ട് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി കേട്ടോ. അത്രേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഇതെനിക്ക് 2-3 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കണ്ടീഷൻ. ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അങ്ങനെ ഞാനിതൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. കറക്റ്റ് മഞ്ഞ ബോട്ടിലിൽ മഞ്ഞ ക്രീം പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇത്. നമ്മുടെ ടിഷ്യൂ നെയിൽ പോളിഷിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമ്മൾ തേച്ചിട്ട് ഇതിന് മുന്നേ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എക്സ്പ്രഷനാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒരു കട്ടി വരും സംഭവം. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ഒരു ബെനിഫിറ്റുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് വരും. നമ്മൾ ശരിക്കും ഇപ്പോൾ ഉറക്കം തൂങ്ങി നിൽക്കുവാണെങ്കിൽ ഈ ഒരു ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു ഫ്രഷ് മൈൻഡ് വരും. അതാണ് ഈ ഫ്രിഡ്ജിൽ വെക്കണതിൻ്റെ ഉപകാരം. മെയിൻ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവത്തില്ല. അതാണ് മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളതാണ് നമുക്ക് തണുത്ത സംഭവം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു എനർജി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. നല്ലോണം സമയം എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുവാണ്. ഓറഞ്ചിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് ഏറ്റവും ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. വാട്ടർ കണ്ടൻറ്റ് ആയാലും എല്ലാനും ഇതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അത് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും കേട്ടോ. നമ്മളെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ യോഗട്ടായാലും എല്ലാമായാലും നമ്മുടെ ഫേസിന് വളരെയധികം ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്. ഒന്നും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള അളവിൽ മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വൈറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഫേസ് തുടയ്ക്കുന്നുണ്ട്. അത് എൻ്റെ കവിള് കണ്ടാൽ തന്നെ അറിയില്ല, നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. അത്രക്കൊരു എഫക്റ്റാണ് ഈ ഒരു സംഭവത്തിന് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അധികം പൈസ ചിലവൊന്നുമില്ല. അപ്പം നമ്മളൊരു
നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഡേ ക്രീം ഒരു നൈറ്റ് ക്രീം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും, അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റും ഉണ്ടാവില്ല. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് കുറച്ചൊരു സമയം, ഏകദേശം ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 ക്രീമും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.